ഉള്ളി വഴറ്റിയ സമയങ്ങളായത് പെട്ടെന്നൊരു ചിക്കൻ കറി ഉണ്ടാക്കാം. കുക്കർ ചൂടായ ശേഷം എണ്ണ ഒഴിച്ച് അതിലേക്ക് സവാള, ഇഞ്ചി, വെളുത്തുള്ളി, തക്കാളി എന്നിവ ഇടാം. എന്നിട്ട് അതിനുശേഷം ഒന്ന് ഇളക്കി കൊടുക്കാം. ഒന്ന് ഇളക്കിയ ശേഷം അതിൻ്റെ നടുക്കായിട്ട് ഒരു സ്പേസ് ഉണ്ടാക്കാം. എന്നിട്ട് അതിലേക്ക് പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം. അങ്ങനെ മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, ഗരം മസാല എന്നിവയാണ് ചേർക്കുന്നത്. ഗരം മസാലയ്ക്ക് പകരം ചിക്കൻ മസാലയോ മീറ്റ് മസാലയോ ചേർക്കാവുന്നതാണ്. എന്നിട്ട് ഈ പൊടികളെല്ലാം സവാളയും ഇഞ്ചി, വെളുത്തുള്ളിയും തക്കാളിയുമായിട്ട് കൂട്ടി യോജിപ്പിക്കാം. ഈ കറിയിൽ സവാളയോ പൊടികളോ ഒന്നും വഴന്ന് വരുമൊന്നും വേണ്ട, പച്ചമണം മാറുമൊന്നും തന്നെ വേണ്ട. ചെറുതായി ഒന്ന് മാത്രം ഒന്ന് കൂട്ടി യോജിപ്പിച്ച ശേഷം അതിലേക്ക് നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ചിക്കൻ ചേർത്ത് കൊടുത്ത ശേഷം അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിടാം. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് കൂട്ടി ഇളക്കാം. എന്നിട്ട് ഇതിൻ്റെ അടിഭാഗത്തേക്കായി വളരെ കുറച്ച് മാത്രം വെള്ളം ചേർത്ത് കൊടുക്കാം. 2-3 ടേബിൾ സ്പൂൺ വെള്ളം മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇങ്ങനെ ചെയ്യുന്നത് ചിക്കനിലെ വെള്ളം ഇറങ്ങുന്നതിന് മുമ്പ് അടിഭാഗം കരിഞ്ഞു പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ്. എന്നിട്ട് കുക്കർ അതിൻ്റെ മൂടി ഉപയോഗിച്ച് ഒന്ന് മൂടി വെക്കാം. ഒരു വിസിലടിച്ച് അതിൻ്റെ പ്രഷറെല്ലാം പോയ ശേഷം തുറക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ കറി തയ്യാറായി. നല്ല കുറുകിയ ചാറോട് കൂടിയിട്ടുള്ള ചിക്കൻ കറിയാണിത്. വളരെ ടേസ്റ്റിയാണ്.